എന്നോട് പലരും പറയാറുണ്ട് ഇനി ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ കാലമൊക്കെ കഴിഞ്ഞ് അവരൊക്കെ AI റീപ്ലേസ് ചെയ്യും എന്ന് പറയാൻ മാത്രമല്ല, ചില ബ്രാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സും അക്കാഡമികളൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു AI സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈനറിന് കൊടുക്കുന്ന സാലറിയുടെ ഒരു 10% പോലും വരില്ല. അപ്പോൾ ചീപ്പറാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡിസൈനർ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് 1 or 2 minutes മാക്സിമം ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് പോസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആസ്തറ്റിക്, അതിൻ്റെ ഒരു വിഷ്വൽ ഭംഗി മാത്രമല്ല, അതിൽ ഒരുപാട് ഘടകങ്ങൾ, അതിൽ കസ്റ്റമറിൻ്റെ സൈക്കോളജി അറിഞ്ഞിട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്യണം. അതേപോലെ അവരെ ഇമോഷൻ ട്രിഗർ ചെയ്യണം, ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കണം, നേരത്തെ പറഞ്ഞ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി കൊണ്ടുവരണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടെങ്കിലാണ് ആ ഒരു പോസ്റ്ററിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കുള്ളൂ. അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ബ്രാൻഡ് വാല്യൂ കുറേ ചെയ്യാം. അപ്പോൾ ശരിക്കും ഒരു സ്മാർട്ട് ബ്രാൻഡ് ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ AI ടൂൾസ് ഉപയോഗപ്പെടുത്താം, അതേപോലെ തന്നെ ഡിസൈനറിന്റെ ബ്രെയിനും ഉപയോഗിക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് സ്മാർട്ടായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഡിസൈനർ ഉണ്ട് എനിക്ക്, പക്ഷെ ആ ഡിസൈനറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, AI ടൂൾസ് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ കാര്യമില്ല. അതേപോലെ തന്നെ AI ടൂൾസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡിസൈനറിന്റെ ബ്രെയിൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനും കാര്യമില്ല. ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. AIയുടെ ടൂൾസ് ഉപയോഗപ്പെടുത്താം, അതേപോലെ തന്നെ ഡിസൈനറിന്റെ ബ്രെയിനും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്തിട്ട് തന്നെ അവരുടെ ഡിസൈൻസ് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റും.